നമസ്തേ. അഭിഷേകപ്രിയൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി, അത് ദണ്ഡായുധപാണി. അഭിഷേകപ്രിയൻ എന്ന് ഉദ്ദേശിക്കാൻ നേരത്ത് അഷ്ടാഭിഷേകം പോലുള്ള അഭിഷേകങ്ങളാണ് ഭഗവാന് ഏറ്റവും പ്രീതികരം. അത് ഷഷ്ഠി നാളിലാണെന്നുണ്ടെങ്കിൽ ഈ അഭിഷേകങ്ങൾ ചെയ്താൽ വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ മറ്റ് ദേവന്മാരെ ഉപവസിക്കുന്നത് പോലെ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയെ പെട്ടെന്ന് പ്രീതിപ്പെടുത്തിയെടുക്കാൻ നമ്മൾക്ക് പറ്റുന്ന ഒരു കാര്യമേ അല്ല. അഭിഷേകപ്രിയനും സഹസ്രനാമം, അഷ്ടോത്തര അർച്ചന, മന്ത്രജപങ്ങളാൽ പ്രീതിപ്പെടുത്തുന്ന ഉത്തമഭാവത്തോടുകൂടിയും ശാന്തിയും സമാധാനത്തോടുകൂടിയും ജോലി സംബന്ധമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സുബ്രഹ്മണ്യ പ്രീതി നേടിയെടുക്കുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ളൊരു കാര്യമാണ്. പാലഭിഷേകം, കരിക്കഭിഷേകം, അതേപോലെ പനനീര്, മറ്റ് ഫലപുഷ്ടപരമായിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഇതെല്ലാം വാങ്ങി ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് ഭഗവാന് പ്രസാദമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭക്തനെന്ന നിലയിൽ എളിയ വഴിപാടുകളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. കൂടാതെ കാവടിപ്രിയനാണ്, പാൽക്കുടപ്രിയനാണ്. വേല് ഈ തൃശൂലപരമായിട്ട് നമ്മൾ ദണ്ഡായുധപാണി ഈ വേലിങ്ങനെ കുത്തിയ ചരിത്രമൊന്നും സ്കന്ദപുരാണത്തിലൊന്നും പറയുന്നില്ല. അത് നിഗ്രഹത്തിന് വേണ്ടി, അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആയുധമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം കഴിയുന്നതും വേലിൻ്റെ പിടിഭാഗം, അതായത് ആ വേലിൻ്റെ അറ്റഭാഗം പട്ടുകൊണ്ട് പൊതിഞ്ഞ് ഒരു പിടി പീലിയും വേലും നമ്മുടെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ക്ഷേത്രപ്രദക്ഷിണം ചെയ്ത് അത് ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഈ കവിളിലൊക്കെ കുത്തി, നാക്കിലും കുത്തി, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ കഴിയുന്നതും ഒഴിവാക്കണം. കാരണം സുബ്രഹ്മണ്യ സ്വാമി ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദേവനൊന്നും അല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്കന്ദപുരാണം നമ്മൾ വായിക്കാൻ നേരത്ത് മനസ്സിലാവും. ഭഗവാന്റെ വ്യക്തിത്വമാർന്ന മറ്റുള്ള ദേവന്മാരിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവ രീതികളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഴിയുന്നതും ശാന്തസ്വരൂപനായി ശാന്തമായിട്ടുള്ള ആരാധനയും ശാന്തമായിട്ടുള്ള ഭക്തിയും, നമ്മൾ ആവശ്യമില്ലാതെ തുള്ളലുകളൊക്കെ നടത്തി ശരീരത്തിലോട്ട് ഭഗവാനെ ഒന്നും ഒബ്സർവ് ചെയ്ത് കൊണ്ടുവരാനൊന്നും നിൽക്കണ്ട. അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാലൊന്നും ഒരു കാര്യം നടക്കത്തുമില്ല. നടക്കുന്നവരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും വലിയ ദുഃഖവും പരാജയത്തിലോട്ടും പോയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദേവന്മാരെല്ലാം വിഗ്രഹത്തിൽ തന്നെ ഇരുന്നോട്ട്, അതിൻ്റെ മുമ്പിൽ പോയി കിടന്ന് വേല കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. അവർക്ക് പറഞ്ഞിട്ടുള്ള പൂജാതി കർമ്മ കാര്യങ്ങൾ ചെയ്യുക, ശാന്തമായിട്ടുള്ള ആരാധനകൾ, രൗദ്രപരമായിട്ടുള്ള അഹങ്കാരഭാവത്തോടു കൂടിയുള്ള പൂജാതി കർമ്മ കാര്യങ്ങൾ, ഇതൊക്കെ അങ്ങ് ഒഴിവാക്കുക. എല്ലാം നല്ല മണവും നല്ല ഗന്ധ്വാദരാം ദുരാദർശ നിത്യപുഷ്ടാക്ഷരണീ ഈശ്വരീ സർവ്വതം ഭൂവാം തൊവി ഹേവയശ്രീ. അപ്പം നല്ല ഗന്ധമൊക്കെ ഉണ്ടാവണം. അതിനു വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അത്യുത്തമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശാന്തമായ ആരാധന, ശാന്തമായ മൂർത്തിഭാവത്തിൽ നിൽക്കുന്ന ദേവൻ്റെ ഉപാസന വഴി കീർത്തി, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കൂടാതെ ജസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വേല് കുത്താനൊന്നും അല്ല പോകേണ്ടത്. അതിന് പകരം വേല് പൂജ നടത്തി വേല് ശരീരത്തിനോട് ചേർത്ത് പിടിച്ച് ഭഗവാൻ സമർപ്പണം ചെയ്തോ, അവരവരുടെ നീളത്തിനുള്ള വേല് സമർപ്പിച്ചോ, അത് തെക്ക് വടക്കായിട്ട് ഇട്ട് തൂക്കേണ്ട ഒരു കാര്യവുമില്ല. അതൊന്നും ചെയ്താലൊന്നും ഭഗവാൻ വന്ന് കയറത്തില്ല. അപ്പം ഇത്തരം വിശ്വാസങ്ങൾ ഒരാൾ ചെയ്തു, അത് കണ്ട് മറ്റുള്ളവർ എന്തിനാണ് അതിൻ്റെ പുറകെ പോകേണ്ട കാര്യം? നേരെ മറിച്ച്
ഒരു എളിയ രീതിയിലുള്ള പൂജകൾ ചെയ്തു നോക്ക്. ഭഗവാന്റെ അനുഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ അതുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ അവനവന് ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ രഹസ്യ സ്വഭാവത്തിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇത് ഭക്തരായിട്ടുള്ള ഒറിജിനൽ ഭക്തിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാതെ ഈ മണ്ടപ്രവൃത്തികൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കി ആരാധിക്കുക. അതിൻ്റെ ഫലം, അതിൻ്റെ ഗുണം നമുക്ക് തന്നെയായിരിക്കും.